ആ മിനി മാഡം, ഇത് 1.5 കിലോ നാരൻ കൊഞ്ച്, കടലിലെ മറ്റേ ചുമന്ന കാലുകളുള്ള കൊഞ്ച്. ഫുൾ റെഡ് കൊഞ്ചല്ല, കാല് മാത്രം ചുമപ്പ്. അത് 1.5 കിലോ. തല എടുക്കണ്ട, കഴുകി വൃത്തിയാക്കി അകത്തെ ഞരമ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഈ വലിയ ടേബിൾ സ്പൂണിന് 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതിന് തന്നെ 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തത്, ഇതിന് 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇതിന് 1 സ്പൂണ് മസാല പൊടിച്ചത്, ഇതിന് ഒരു 1/4 സ്പൂണ് ഉലുവാപ്പൊടി, ഈ സ്പൂണിന് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കണം. വെള്ളം വേണ്ട. ഇതിനെ അങ്ങോട്ടിട്ട് ഇളക്കി ശകല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ച് ഇളക്കി നല്ല ഡ്രൈ പോലെ ആയി വരുമ്പം ഇവനെ പതുക്കെ ഒരു 2 hours ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുക. ഒരു കടായി എടുക്കുക, സ്റ്റൗ കത്തിക്കുക, ചട്ടി ചൂടാവുമ്പോൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒരു 100-150 അങ്ങോട്ട് ഒഴിക്കുക. ഒട്ടും ലുബ്ധിക്കണ്ട. ആ എണ്ണ ചൂടാകുമ്പോൾ ഒരു 2 ഇതൾ കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കണം. കണ്ട, കരിഞ്ഞു പോലും. എന്നിട്ട് നമ്മുടെ ഈ കൊഞ്ചിന് തട്ടി കുടഞ്ഞെടുക്കണം. അത്രയും അരപ്പ് നമുക്ക് ഈ അരപ്പ് പിന്നെ ആവശ്യമുണ്ട്. ഇങ്ങനെ തട്ടി കുടഞ്ഞെടുത്ത് അതിനകത്ത് ഇടുക. കണ്ടല്ലോ, അവന് 2 സൈഡും നല്ല ബ്രൗണിഷ് കളറാവണത് വരെ അങ്ങോട്ട് ചെറിയ തീയിൽ വറുത്ത് കോരി എടുക്കുക. കോരിയിട്ട് ഇതുപോലെ എണ്ണ വാർന്ന് പോണ ഒരു പാത്രത്തിനകത്ത് കോരി ഇടുക. ഇനിയിപ്പോൾ ഈ പാത്രം അവിടെ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരെണ്ണം വാങ്ങിക്കണം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഓരോന്നോരോന്നായിട്ട്. പിന്നെ എണ്ണയൊക്കെ ഒരുപാടുണ്ട്. അമ്മായിയപ്പന് എണ്ണ ആട്ടണ മില്ല്, കൊപ്ര മില്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കോരി വറുത്തങ്ങെടുക്കാം. എൻ്റെ അമ്മായിയപ്പന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്പൂണിട്ട് ഇങ്ങനെയൊക്കെ ഒന്നാക്കിക്കണം. ഉണ്ടോ? പിന്നെ ഒരു കാരണവശാലും അടച്ച് വെച്ച് വേവിക്കരുത്. നീരാവി വെള്ളം അതിലോട്ട് വീണ് പിന്നെ അത് കൂടുതൽ നാൾ ഇരിക്കില്ല. ഈ അരപ്പെല്ലാം കൂടെ അടിയിൽ പോയിട്ട് കട്ട പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കണം അടിയിൽ. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്നോരോന്നെടുത്ത് തിന്നാം, കുഴപ്പമൊന്നുമില്ല.
ഈ കൊഞ്ച് വേവണ നാറ്റം കാരണം ഇവിടെ എങ്ങും ഇരിക്കാൻ വയ്യ, വായിൽ വെള്ളം ഊറുന്നു. പിന്നെ വറുത്ത് കോരാനായിട്ട് ഇങ്ങനത്തെ ഒരു കോരി തന്നെ വേണം. ഇതില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി വാങ്ങിക്കണേ. അപ്പോൾ ഏതാണ്ട് സമയമായി വരണുണ്ട്. കുറേ നേരം ഇങ്ങനെ കിടക്കുമ്പോൾ കൊഞ്ച് ഇങ്ങനെ പൊട്ടും, ടപൂ ടപാ എന്നൊക്കെ പൊട്ടും. പൊട്ടാസ് വെച്ച് വെടി വയ്ക്കും പോലെ സൗണ്ടൊക്കെ വരും. ശ്രദ്ധിച്ചോ. കണ്ടോ, ഈർക്കിൽ പിടിക്കും പോലെ സൗണ്ടൊക്കെ കേൾക്കും. അപ്പോഴേക്കും നമുക്ക് ഇവനെ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ കോരി മാറ്റാം. അപ്പോൾ കോരൽ പ്രക്രിയ ഇൻ പ്രോഗ്രസ്. കണ്ട അതിലേക്ക് തട്ടുക. ഇനി വീണ്ടും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇടാം. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ നേരത്തെ വെച്ചൊന്ന് തീ താഴ്ത്തിയേ വയ്ക്കാവൂ, അല്ലെങ്കിൽ ആദ്യം കിടക്കുന്ന അരപ്പ് കരിക്കട്ടയായി പോകും. പുരിഞ്ചിതാ, ഈ ആദ്യം വറുത്ത് കോരിയെന്ന് ഒരെണ്ണെടുത്ത് ഗണപതിക്ക് കൊടുക്കണ്ടേ. ആഹാ, എന്തൊരു ടേസ്റ്റ്. ഞാൻ വെറുതെ എന്തിന് അച്ചാറൊക്കെ ഇട്ട് പാഴാക്കണത്? ഇങ്ങനെ അങ്ങോട്ട് ചവച്ച് തിന്നാ പോരെ പണ്ടാരടങ്ങാൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് കിടക്കണേ ഉള്ളൂ. പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ ഒരു പീസ് ബ്രെഡ് എടുക്കണം. എന്നിട്ട് ഈ ചട്ടിയുടെ അറ്റത്ത് ഇതേപോലെ അരപ്പ് പറ്റി നല്ല മുരിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ കോരി ഈ ബ്രെഡിലിടണം കേട്ടോ. അങ്ങനെ പതുക്കെ കേട്ടോ. വേണ്ടേ, ചക്കാറട്ടി കണക്ക് ഇരിക്കും. ഇങ്ങനെ പകുതി ഭാഗത്ത് അങ്ങനെ വച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മടക്കണം. എന്നിട്ട് ആന്ന് തുറന്ന് അങ്ങ് വിഴുങ്ങിയേക്കണം. ഇനി വേണ്ടത് കുറച്ച് കടുക്, വറ്റൽമുളക് നുറുക്കിയത്, ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ. കടുക് ഇത്ര എടുത്തത് മതി. നല്ലെണ്ണ, കറിവേപ്പില, പിന്നെ കായപ്പൊടി, പെരുംജീരകം, ശകലം പട്ട, ചുരുൾപട്ട കിട്ടുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കണം. പിന്നെ നമുക്ക് വിനാഗിരി. അപ്പോൾ ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വയ്ക്കുന്നു. വീണ്ടും മുളക് പൊടി 1.5 സ്പൂൺ,
കാശ്മീരി 1 സ്പൂൺ, യെല്ലോ പൗഡർ 1/4 സ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു. കടുക് പൊട്ടാച്ച് കടുംപുടുന്ന് പൊട്ടുന്നുണ്ട്. പട്ട, പെരിഞ്ചീരകം നെക്സ്റ്റ്. ഉലുവ നെക്സ്റ്റ്. നോട്ട് ഉലുവ പൊടി, ഉലുവ. കിണ്ടോം. നെക്സ്റ്റ് വെളുത്തുള്ളി. കിണ്ടോം. ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്. നോ പച്ചമുളക്, നോ ഈർപ്പം. നെക്സ്റ്റ് കറിവേപ്പൽ. അപ്പോൾ ഈ കറിവേപ്പില ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഒടിയണം. കറിവേപ്പില ഒടിയുന്ന പരുവത്തിൽ ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഉണ്ടാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി അതിലങ്ങോട്ട് തട്ടി ഒരു ഇളക്കണം. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി, പൊട്ടാച്ചി അതൊന്ന് ചെറുതായിട്ട് മുത്താൽ മതി, ഇല്ലെങ്കിൽ ആ മണം പോവും. ലേശം ഉപ്പ്. ഇനി ഇവനെ ഈ സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വയ്ക്കുക. അത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. കുറച്ച് കിണ്ടണ്ട ഇളക്കുക. ഫൈനലി ഇങ്ങനെ ഇതിൽ എല്ലായിടത്തും വിനാഗിരി പിടിക്കാൻ വേണ്ടി മുക്കി വയ്ക്കുക. അങ്ങനെ ഇരുന്ന് തണുക്കട്ടെ. எப்படி இருக்க? நல்லா இருக்கா?